21 വർഷത്തെ നിസ്തുലമായ സേവനത്തിന് ശേഷം ഈ വിദ്യാലയത്തോടെ വിട പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജെസ്സി ടീച്ചർ ഈ വിദ്യാലയത്തിനൊരു അനുഗ്രഹമാണ്. മാതൃവാത്സല്യത്തോടും കരുതലോടും സ്വന്തം മക്കളോടെന്ന പോലെ വിദ്യാർത്ഥികളെ ചേർത്തുപിടിച്ച് അവരുടെ സുഖദുഃഖങ്ങൾ അന്വേഷിച്ചറിയുന്ന അർപ്പണ മനോഭാവത്തിൻ്റെയും ത്യാഗസന്നദ്ധതയുടെയും ദൈവാശ്രയബോധത്തിൻ്റെയും ഒരു നിറസാന്നിധ്യമാണ് നമ്മുടെ സ്നേഹം നിറഞ്ഞ ജെസ്സി ടീച്ചർ. ടീച്ചറിൻ്റെ പടിയിറങ്ങൽ ഈ വിദ്യാലയത്തിന് മാത്രമല്ല ഈ ദേശത്തിനും ഒരു തേങ്ങലാണ്. ടീച്ചറുടെ കൈകളിലൂടെ കടന്നുപോയിട്ടുള്ള വിദ്യാർത്ഥികളുമായി ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധവും സ്നേഹവും അവരുടെ ഭാവി ഭാസുരമാക്കുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നുവെന്നുള്ളത് ടീച്ചറുടെ എടുത്തു പറയത്തക്ക ഒരു ഗുണമാണ്. ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിനും സർവ്വതോന്മുഖ വളർച്ചയ്ക്കും വേണ്ടി അക്ഷീണം യത്നിക്കാൻ ടീച്ചർ കാണിക്കുന്ന തീഷ്ണത സഹപ്രവർത്തകരായി ഞങ്ങൾക്ക് ഒരു പ്രചോദനമാണ്. ടീച്ചറുടെ സൗഹൃദപരമായിട്ടുള്ള സാരോപദേശങ്ങൾ അറിവിൻ്റെ ലോകത്ത് കുട്ടികൾക്ക് വെളിച്ചം നൽകുന്നതോടൊപ്പം ജീവിത പ്രതിസന്ധികളെ പക്വമായ രീതിയിൽ വിജയകരമായി നേരിടാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞങ്ങളുടെ പ്രിയം നിറഞ്ഞ ജെസ്സി ടീച്ചർക്ക് KVMൻ്റെ സ്നേഹമലരുകൾ. നീണ്ടകാലത്തെ നിസ്തുല സേവനത്തിന് ശേഷം അധ്യാപന ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്ന ജെസ്സി ടീച്ചറിന്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. മറുപടി പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ജെസ്സി ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കാലത്തിൽ നമ്മിൽ നിന്നും അകന്നുപോയ നമ്മുടെ പൊന്നോമന അദ്വികയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദ്യമായി പ്രണാമം അർപ്പിക്കുന്നു. വേദിയിലെ ആദരണീയരായവരെ, ബഹുമാനപ്പെട്ട വൈദികർ, സിസ്റ്റേഴ്സ്, ഈ ഗ്രാമത്തിലെ പ്രിയരെ, രക്ഷാകർത്താക്കളെ, സഹപ്രവർത്തകരെ, ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ കുഞ്ഞുമക്കളെ, ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. സർവശക്തനായ ദൈവം ഈ വിദ്യാലയ ജീവിതത്തിൽ നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊള്ളട്ടെ. തൃശ്ശൂർ ജില്ലയിലെ ചരിത്രമുറങ്ങുന്ന അർണോസ് പാതിരിയുടെ സ്മരണകൾ ഉണർത്തുന്ന വേലൂർ ഗ്രാമത്തിൽ നിന്ന് ദിവസവും പാലക്കാട് നിഷ്കളങ്കരായ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന പൊൽപ്പുള്ളിയിലെ അക്ഷരങ്ങളുടെ ശ്രീകോവിലായ KVM UP സ്കൂളിലേക്ക് യാതൊരു കാര്യമായ ശാരീരിക പ്രയാസം കൂടാതെ ജോലി ചെയ്യാൻ ലഭിച്ച അവസരത്തെ ഒരു മഹാഭാഗ്യമായി ദൈവനിയോഗമായി കരുതുന്നു. അതിനവസരമൊരുക്കിയ പാലക്കാട് FCC പ്രൊവിൻസ് മാനേജ്മെൻറ്റിനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ആദ്യമേ തന്നെ അറിയിക്കട്ടെ. 1991 ആരംഭിച്ചതാണ് എൻ്റെ അധ്യാപനം. 12 വർഷക്കാലം വിവിധ ഇടങ്ങളിലായി 6 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും 21 വർഷം ഈ വിദ്യാലയത്തിലുമാണ് എൻ്റെ ഔദ്യോഗിക ജീവിത കാലഘട്ടം. അധ്യാപന ജീവിതത്തിലേക്ക് എന്നെ നയിച്ച, വേണ്ട പ്രചോദനം തന്ന എൻ്റെ പ്രിയ അധ്യാപകനായ അപ്പനെയും അമ്മയെയും എൻ്റെ സഹോദരങ്ങളെയും ഞാൻ നന്ദിയോടെ സ്നേഹത്തോടെ സ്മരിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാരായ പാലക്കാട് FCC പ്രൊവിൻസിലെ സിസ്റ്റേഴ്സ്, സിസ്റ്റർ ലിൻഡോ ഗ്രേസ്, സിസ്റ്റർ ആൽഫിയ എന്നിവർക്ക് എൻ്റെ നന്ദിയും സ്നേഹവും കടപ്പാടും ഇവിടെ ഞാൻ അറിയിക്കട്ടെ.
ജീവിതത്തിൽ ആത്മാർത്ഥതയോടെ പരിപൂർണ സംതൃപ്തിയോടെ ഏതു ജോലിയും ചെയ്യണമെന്നുള്ള പ്രധാന അധ്യാപകനായിരുന്ന എൻ്റെ അപ്പൻ ആന്റണി മാസ്റ്ററുടെ വാക്കുകളാണ് എന്നെ എക്കാലത്തും ഏറെ സ്വാധീനിച്ചിട്ടുള്ളത്. അറിവിൻ്റെ ലോകത്ത് എനിക്ക് വഴിയും വഴിവിളക്കും വഴികാട്ടിയുമായിരുന്ന എല്ലാ പ്രിയ ഗുരുഭൂതരെയും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുന്നു. എൻ്റെ ജീവിത സഞ്ചാര വഴിത്താരയിൽ ഒരു നിഴലായി താങ്ങും തണലുമായി എന്നോടൊപ്പം സഞ്ചരിച്ച വേണ്ട സഹായങ്ങൾ ചെയ്തു തന്ന ഭർത്താവ് ജോസഫ് ചേട്ടനും വ്യഗ്രതയോടെയുള്ള പൊൽപ്പുള്ളിയിലെ യാത്രാവേളകളിൽ കാവൽ മാലാഖമാരായി നിന്ന ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായ എൻ്റെ 3 പെൺമക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ ഈ വേളയിൽ ഞാൻ ഓർക്കുന്നു. അധ്യാപന ജീവിതത്തിൻ്റെ ഓരോ പടവുകൾ ചവിട്ടിക്കയറുമ്പോഴും എനിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയ എൻ്റെ പ്രധാന അധ്യാപികമാരായിരുന്ന റവറൻ സിസ്റ്റർ ജലാസിയ, റവറൻ സിസ്റ്റർ ജെറേമി, റവറൻ സിസ്റ്റർ അൽഫോൻസ എന്നിവരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ ഇവിടെ അർപ്പിക്കുന്നു. തുടർന്നുള്ള എൻ്റെ അധ്യാപന രംഗത്ത് എനിക്ക് വേണ്ട ഊർജവും പ്രോത്സാഹനങ്ങളും നൽകിയ പ്രധാന അധ്യാപികമാരായിരുന്ന ഇപ്പോഴത്തെ പാലക്കാട് പ്രൊവിൻഷ്യൽ റവറൻ സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ, ഇപ്പോഴത്തെ പാലക്കാട് പ്രൊവിൻസ് ട്രഷറർ ഇൻചാർജ് സിസ്റ്റർ റൊസീന ഫ്രാൻസിസ്, ഇപ്പോഴത്തെ പ്രധാന അധ്യാപിക സിസ്റ്റർ ജെസ്സി വാഴയിൽ എന്നിവരോടും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തട്ടെ. എൻ്റെ അധ്യാപന ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും എന്നെ ചേർത്ത് പിടിച്ച, സഹായിച്ച, വേണ്ട കരുതലും പരിഗണനയും തന്ന എൻ്റെ പ്രിയ സഹപ്രവർത്തകർ, പൂർവ്വ അധ്യാപകർ, അനധ്യാപകർ, സ്കൂൾ കാലഘട്ടങ്ങളിലെ PTA MPTA അംഗങ്ങൾ, തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച എല്ലാ രക്ഷിതാക്കൾ, നല്ലവരായ നാട്ടുകാർ, എല്ലാവരോടും എൻ്റെ അകമഴിഞ്ഞ നന്ദി. പുതിയൊരു സ്ഥലത്തേക്ക് പറിച്ചു നട്ടപ്പോൾ ഒരു പിതാവിൻ്റെ കരുതലോടെ, ഒരമ്മയുടെ വാത്സല്യത്തോടെ ഞങ്ങളെ സംരക്ഷിച്ച ലക്ഷ്മണൻ സാർ, സുമിത്ര ചേച്ചി കുടുംബത്തോടും അയൽക്കാരോടും ഈ അവസരത്തിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പ്രത്യേകം നന്ദി. എല്ലാറ്റിനും ഉപരിയായി എന്നെ ഏറെ സ്നേഹിച്ച എൻ്റെ അധ്യാപന ജീവിതത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രത്യേകം നന്ദി. നാളത്തെ സമൂഹത്തിന് നന്മ വിളയുന്നവരാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇനിയുള്ള ജീവിതകാലം കുഞ്ഞുമക്കളുടെ കൊഞ്ചലുകളും വികൃതികളും കൂട്ടായ്മയോടെയുള്ള പ്രവർത്തനങ്ങളും മത്സരബുദ്ധിയോടെയുള്ള മേളകളും ഇവയൊന്നും കാണാനാവില്ലല്ലോ എന്ന വിഷമമുണ്ട്. അധ്യാപനത്തിൻ്റെ ആ കൊതി തീരാത്തതുപോലെ. പക്ഷേ കാലചക്രം അത് ഈ വിദ്യാലയത്തോട് വിട പറയേണ്ട സമയമായെന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്നു. എങ്കിലും പിന്നിട്ട വഴികളിലെ കുറേ നല്ല മധുര സ്മരണകൾ, ടീച്ചറെ എന്നുള്ള നിങ്ങളുടെ ആ വിളി എന്നും എൻ്റെ കാതുകളിൽ മുഴങ്ങുമെന്നുറപ്പുണ്ട്. അതാണ് അധ്യാപക ജീവിതത്തിലെ ആത്മസംതൃപ്തി. ഇന്നത്തെ യോഗം മനോഹരമാക്കാൻ എത്തിച്ചേർന്ന, പരിശ്രമിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഈ സ്കൂളിൻ്റെ യശസ് വാനോളം ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനിയും ആയിരങ്ങൾക്ക് അറിവിൻ്റെ വെളിച്ചമേകാൻ, അങ്ങനെ നാളെയുടെ നല്ല വാഗ്ദാനങ്ങളെ വാർത്തെടുക്കാൻ ഈ വിദ്യാലയത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയ കുഞ്ഞുമക്കളെ, നിങ്ങളോടൊരു വാക്ക്. വീടിനും നാടിനും നിങ്ങൾക്ക് തന്നെയും നന്മ കൈവരിക്കുന്ന നല്ല മൂല്യബോധമുള്ള മക്കളായി നിങ്ങൾ തീരട്ടെ. മാതാപിതാക്കളോടൊരു വാക്ക്. എത്ര തിരക്കുകൾ ഉണ്ടായാലും ദിവസത്തിൽ കുറച്ചു നേരം മക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കിടാൻ, ചെലവഴിക്കാൻ സമയം കണ്ടെത്തുക. കുട്ടികൾ അറിയേണ്ട കാര്യങ്ങൾ, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ എല്ലാം മക്കളുമായി പങ്കുവയ്ക്കുക. അവർ അതറിഞ്ഞു വളരണം. അവരെ സ്നേഹിക്കുക. ആവശ്യമായ തിരുത്തലുകൾ അപ്പപ്പോൾ നൽകാൻ മടിക്കരുത്. സഹപ്രവർത്തകരെ, കുട്ടികളുടെ സമഗ്ര വളർച്ചയ്ക്ക് വേണ്ടി അർപ്പണബോധത്തോടും കൂട്ടായ്മയോടും കൂടി കൂടുതൽ ഊർജ്ജസ്വലതയോടെ തുടർന്നും
പ്രാർത്ഥനയിലൂന്നി നന്നായി പ്രവർത്തിക്കാൻ നിങ്ങൾക്കാകട്ടെ. നൽകിയ സ്നേഹത്തിനും കരുതലിനും സഹകരണത്തിനും എല്ലാറ്റിനും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിദ്യാലയത്തിൽ നിന്നും വിട പറയട്ടെ. നന്ദി, നന്ദി, നന്ദി.